Hello students, now we are going to study two theorems which are obtained easily from the corresponding theorems for sequences. First one is if a less than or equal to x less than or equal to, this is a theorem for sequences, x less than or equal to b, xl xn, a less than or equal to xn less than or equal to b, and sequence xn convergent, then you have studied convergent ആണ് പറഞ്ഞത്. അപ്പോൾ ലിമിറ്റ് ഉണ്ട്. a less than or equal to limit xn, a less than or equal to limit xn less than or equal to b. xnകളെല്ലാം എക്കും ബിക്കും ഇടയ്ക്കാണെങ്കിൽ xn കൺവേർജ് ചെയ്യുന്ന ലിമിറ്റും എക്കും ബിക്കും ഇടയ്ക്കാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഫംഗ്ഷണൽ വേർഷൻ ആണ് ഇപ്പൊ നമുക്ക് കാണാൻ പോകുന്നത്. ഫംഗ്ഷൻ ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ ഡൊമൈൻ വേണം. ലെറ്റ് a സബ്സെറ്റ് ഓഫ് r and f from a to r be the function, f from a to r, real value from a, and let c element of r be a cluster point of a യുടെ cluster point ആണ് c. if a less than or equal to xn പറഞ്ഞ പോലെ ഇപ്പൊ എന്നാ ഉള്ളത്, f of x കളാണ്, less than or equal to b for all x element of a, function a യിൽ നിന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. c is a cluster point, x not equal to c, എല്ലായിടത്തും കാണുന്ന പോലെ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആൻഡ് if സീക്വൻസ് കൺവേർജന്റ് ആണ്, xn കൺവേർജന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നാ ഇവിടെ നമ്മൾ പറയുന്ന ലിമിറ്റിന്റെ കാര്യം. ആൻഡ് if limit f of x xs at c, limit x tends to c, സീക്വൻസ് കൺവേർജന്റ് ആണ് എന്ന് പറയുന്നത് f of x xs. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ xn സിയിലേക്ക് പോകുമ്പോൾ fxn ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്ക് പോകും. ദെൻ ഇപ്പോൾ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും, എക്കും ബിക്കും ഇടയ്ക്കാണ് ഫംഗ്ഷണൽ വാല്യൂസ് എങ്കിൽ എക്കും ബിക്കും ഇടയ്ക്ക് തന്നെയാണ് ലിമിറ്റ് വാല്യൂവും ഫംഗ്ഷന്റെ ലിമിറ്റ് വാല്യൂവും. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എഫ് ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂഫ്. അങ്ങനെ പ്രൂഫ് നമ്മൾ സീക്വൻഷ്യൽ വേർഷൻ ഉപയോഗിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സ് എക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിസ് it be equal to L, let L equal to limit x tends to c f of x. Then for all sequence xn converging to c, sequence f of xn converges to L. xn c യിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ f of xn L യിലേക്ക് കൺവേർജ് ചെയ്യും എന്ന് നമുക്ക് അറിയാം. അപ്പോ xn c യിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ f of xn L യിലേക്ക് കൺവേർജ് ചെയ്യും. എഫ് ഓഫ് എക്സുകളെല്ലാം ഈ xnകൾ എവിടെ നിർത്താം, xn എലമെന്റ് ഓഫ് a, xn നോട്ട് ഈക്വൽ ടു c, xn എലമെന്റ് ഓഫ് a, xn നോട്ട് ഈക്വൽ ടു c ഫോർ ഓൾ n. then എഫ് ഓഫ് എക്സുകൾ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് എക്കും ബിക്കും ഇടയ്ക്കാണ്. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി. അപ്പോൾ എഫ് ഓഫ് എക്സുകളിലെ ആൾക്കാരാണ് എഫ് ഓഫ് എക്സനുകളും. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എല്ലാ എക്സ് എടുക്കുന്നുള്ളൂ. ഇതിപ്പോ സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന സി അല്ലാത്ത പോയിന്റ്സ് ആണ്. അപ്പോൾ അതും എയിലെ പോയിന്റ്സ് തന്നെയാണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് എഴുതിയ പോലെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ എൻ ഇംപ്ലൈസ് their ലിമിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സന്നുകൾ എക്കും ബിക്കും ഇടയ്ക്കാണെങ്കിൽ എക്സന്നുകളുടെ ലിമിറ്റ്, ഇപ്പൊ എക്സന്നുകളുടെ ലിമിറ്റുകൾ പോലെ എഫ് ഓഫ് എക്സന്നിന്റെ ലിമിറ്റ് ആണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആണ് ലിമിറ്റ് എഫ് ഓഫ് എക്സൻ, ലിമിറ്റ് എഫ് ഓഫ് എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ ചെയ്തത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എക്സൻ സിയിലേക്ക് പോകുമ്പോൾ എഫ് എക്സൻ എല്ലിലേക്ക് പോകും. പഴയ തീരെ എക്സന്നുകൾക്കാണ് അവിടെ എക്സൻ ആ സീക്വൻസ്. ഇപ്പൊ നമ്മുടെ സീക്വൻസ് നമ്മൾ പരിഗണിക്കുന്ന എഫ് ഓഫ് എക്സന്നുകളാണ്. എഫ് ഓഫ് എക്സുകൾ എക്കും ബിക്കും ഇടയ്ക്കാന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സനുകളും എക്കും ബിക്കും ഇടയ്ക്കായിരിക്കും. അപ്പൊ എഫ് ഓഫ് എക്സിന് പഴയ തീരം, ഈ തീരം നമ്മൾ എഫ് ഓഫ് എക്സൻ എന്ന് പറയുന്ന സീക്വൻസിന് ഈ എക്സന്നിന് പകരം എഫ് ഓഫ് എക്സൻ പല എക്സൻ ആകുമ്പോൾ പല പോയിന്റ്സ് ആവും. ഈ സീക്വൻസ് ആണ് നമ്മൾ
ഇതിന് പകരം പരിഗണിക്കുക. അപ്പോൾ ആ സീക്വൻസിലെ പോയിന്റ്സ് എക്കും ബിക്കും ഇടയ്ക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സീക്വൻസിന്റെ ലിമിറ്റും എക്കും ബിക്കും ഇടയ്ക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു തിയറമാണ് സ്ക്വീസ് തിയറം. ഗിവൺ 3 സീക്വൻസസ്, സ്ക്വീസ് തിയറം. സ്ക്വീസ് എന്ന് വെച്ചാൽ അമുക്കി വെച്ചിരിക്കുകയാണ്, 2 സാൻഡ്വിച്ച് ഒക്കെ പോലെ. സാൻഡ്വിച്ച് തിയറം എന്ന് ചില കേസിലൊക്കെ പറയാറ്. അപ്പോൾ ഗിവൺ സീക്വൻസസ് xn, yn ആൻഡ് zn. xn, yn, zn എന്ന് പറഞ്ഞ 3 സീക്വൻസസ് ആണ് അവിടെ തരിക. സച്ച് ദാറ്റ് അങ്ങനെയായിരുന്നു തോന്നിയിരിക്കുന്നത്. xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു, xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സ്ക്വീസ് തിയറം ഫോർ സീക്വൻസസ് ആണ്. yn, അത് കഴിഞ്ഞ് നമുക്ക് ഫംഗ്ഷണൽ വേർഷനിലേക്ക് വരാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു zn ഫോർ ഓൾ n. Then limit xn equal to, ഈ അറ്റത്ത് തന്നെ രണ്ടിന്റെ ലിമിറ്റ് ഈക്വൽ ആണ്. ലിമിറ്റ് xn ഈക്വൽ ടു ലിമിറ്റ് yn, ലിമിറ്റ് zn. ലിമിറ്റ് zn implies, and if ലിമിറ്റ് yn exists, ലിമിറ്റ് yn ഉണ്ടെങ്കിൽ limit xn equal to limit zn and limit yn exists or yn converges, and yn convergence and sequence yn converges. yn converges. Squeeze theorem for sequences ഒക്കെ പറയുന്നത്. converges implies നടുക്കത്തതിന്റെ ലിമിറ്റ് അത് തന്നെയാണ്, 3 ഈക്വൽ ആണ്. എൽ എന്നുവല്ലോ ഉണ്ടായിരുന്നത് അങ്ങനെ എഴുതായിരുന്നു. ലിമിറ്റ് xn ഈക്വൽ ടു ലിമിറ്റ് yn ഈക്വൽ ടു ലിമിറ്റ് zn ഈക്വൽ ടു ലിമിറ്റ് zn. ഇതാണ് സ്ക്വീസ് തിയറം ഫോർ സീക്വൻസസ്. ഇത് നമുക്ക് ഇങ്ങോട്ടെടുത്ത് കൊടുക്കാം. ഇവിടെ വന്നാൽ നമുക്ക് ഫങ്ഷൻസ് ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ let a subset of R ഇതൊക്കെ ഉണ്ടായിരിക്കും. let a subset of R f from a to R, f മാത്രമല്ല f g h from a to R, c element of R is a cluster point of A. അത്രയും ഇവിടെയും ഉണ്ടായിരിക്കും. ഇതിന്റെ ആദ്യ ഭാഗം അത് തന്നെയായിരിക്കും. then c element of our cluster point, f of x less than or equal to, സീക്വൻസ് പോയിന്റ്സ് പറയുന്നതിന് പകരം ഇവിടെ ഫംഗ്ഷന്റെ പോയിന്റ്സ് ആണ്, അതാണ് വ്യത്യാസം. എന്നിട്ട് സീക്വൻസിന്റെ കൺവേർജൻസ് പറയുന്നതിന് പകരം ഇവിടെ ലിമിറ്റ് ആണ്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ്. എല്ലാ എക്സിനും ഫോർ ഓൾ എക്സ് എവിടെയാ എലമെന്റ് ഓഫ് എ എക്സ് സി അല്ല, സി ഇസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സി അല്ലാതെ ഏത് പോയിന്റിലും ഇതെല്ലാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്നാ ഇനി എന്താ കൺക്ലൂഷൻ? ലിമിറ്റ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് zn പറഞ്ഞ പോലെ ലിമിറ്റ് എഫ് ഓഫ് എക്സ്, ഫംഗ്ഷന്റെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ഓഫ് എക്സ്, ലിമിറ്റ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എൽ, അല്ലെ ലിമിറ്റ് എഫ് ഈക്വൽ ടു എൽ ഈക്വൽ ടു ലിമിറ്റ് എച്ച് എന്നൊക്കെ പറയും. then നടുക്കത്തതിന്റെ ലിമിറ്റ് അത് എൽ നൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് പറയാൻ എളുപ്പമാണ്. ലിമിറ്റ് ജി എക്സ് ഓൾസോ ഈക്വൽ ടു എൽ, ലിമിറ്റ് ജി എക്സ് എക്സ്റ്റെൻസ് ടു സി, എല്ലായിടത്തുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി, ജി എക്സ് ഈക്വൽ ടു എൽ. അപ്പോൾ സ്ക്വീസ് തിയറം സീക്വൻസസിന് ഇതാണെന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് സ്ക്വീസ് തിയറം ഫോർ ഫങ്ഷൻസ്. ലിമിറ്റ് വേർഷൻ ഓഫ് സ്ക്വീസ് തിയറം ഇതാണ്. ഇത് വളരെ എളുപ്പമായിരിക്കും. ഇനി എന്നാ വേണ്ടത്? നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ജി എക്സ് ഈക്വൽ ടു എൽ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ലിമിറ്റ് പ്രൂവ് ചെയ്യാൻ എപ്സിലോൺ നെയ്ബർഹുഡ് ഡെഫിനിഷൻ ഉപയോഗിക്കാം, എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഉപയോഗിക്കാം, നെയ്ബർഹുഡ് വേർഷൻ ഉപയോഗിക്കാം, സീക്വൻഷ്യൽ വേർഷൻ ഉപയോഗിക്കാം. ഒരു ഫംഗ്ഷൻ ലിമിറ്റ് സീക്വൻഷ്യൽ വേർഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുമ്പോൾ ഏത് പോയിന്റിലാണോ ലിമിറ്റ് പറയുന്നത് അങ്ങോട്ടുള്ള ഒരു സീക്വൻസ് എടുക്കുക. എക്സ് എൻ ടെൻസ് ടു സി എടുക്കുമ്പോൾ അവസാനം നമുക്ക് എന്നാ കിട്ടുന്നത്? ജി എക്സ് എൻ ടെൻസ് ടു ലിമിറ്റ് എല്ലാം ഒന്ന് പ്രൂവ് ചെയ്യണം. ജി എക്സ് എൻ ടെൻസ് ടു എൽ എന്ന് കിട്ടുന്നു. എക്സ് എൻ ടെൻസ് ടു സി എടുക്കുമ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സും എല്ലാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി എക്സും എല്ലാണ് എന്ന് തന്നിരിക്കുന്നുണ്ട്. ഇത് അവസാനം പ്രൂവ് ചെയ്യണം. അത് തന്നിരിക്കുന്നതുകൊണ്ട് എന്താ? ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എൻ ടെൻസ് ടു സി ആണെങ്കിൽ ലിമിറ്റ് എഫ് എക്സ് എല്ലാണ്, എഫ് ഓഫ് എക്സ് എൻ എച്ച് ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സിന്റെ ലിമിറ്റും എല്ലാണ്. എച്ച് ഓഫ് എക്സ് എൻ ടെൻസ് ടു എൽ എന്ന് നമുക്കറിയാം. ഇത് രണ്ടും എല്ലിലേക്ക് പോകും. ഈ രണ്ട് സീക്വൻസ് എല്ലിലേക്ക് പോകും നമുക്ക്. അല്ലെങ്കിൽ ലിമിറ്റ് എഫ് എക്സ് എൻ, ലിമിറ്റ് എച്ച് എക്സ് എൻ എന്ന് പറയുന്നത് എല്ലാണ്. എല്ലായിടത്തും എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ നോട്ട് ഈക്വൽ ടു സി, എക്സ് എൻ എലമെന്റ് ഓഫ് എ, എക്സ് എൻ നോട്ട് ഈക്വൽ ടു സി. അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്നത് എയിലെ പോയിന്റ് ആണ്, വിട്ടുവിട്ടുള്ള പോയിന്റ്സ് ആണെന്നുള്ള സീക്വൻസ് എഴുതുമ്പോൾ. മറ്റേത് എയിലെ എല്ലാ പോയിന്റ്സിനും എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓൾസോ വി ഹാവ് എഫ് ഓഫ് എക്സ് എൻ
എഫ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എൻ, സിയിൽ അല്ലെങ്കിൽ ഇത് ശരിയാന്നാ പറഞ്ഞിരിക്കുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ്. ഇനി എക്സ് എൻ വൈ എൻ ഇസഡ് എൻ സീക്വൻസ് എടുത്തതുപോലെ എഫ് ഓഫ് എക്സ് എൻ ജി ഓഫ് എക്സ് എൻ എച്ച് ഓഫ് എക്സ് എൻ സീക്വൻസ് ഫോം ചെയ്യണം. സീക്വൻസ് എക്സ് എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? സീക്വൻസ് എഫ് ഓഫ് എക്സ് എന്നിനെ പരിഗണിക്കുന്നു. സീക്വൻസ് വൈ എന്നിന്റെ സ്ഥാനത്ത് സീക്വൻസ് ജി ഓഫ് എക്സ് എന്നിനെ പരിഗണിക്കുന്നു. സീക്വൻസ് സെഡ് എന്നിന്റെ സ്ഥാനത്ത് സീക്വൻസ് എച്ച് ഓഫ് എക്സ് എന്നിനെ നമ്മൾ പരിഗണിക്കും. ദേ സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എൻ പോലെ എഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എക്സ്. സീക്വൻസിലെ പോയിന്റ്സ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ക്വീസ് തിയറത്തിൽ ആദ്യത്തെ അവസാനത്തെ ലിമിറ്റ് തന്നെയാണ് അടുക്കത്തേന്ന്. ആദ്യത്തെ അവസാനത്തെ ലിമിറ്റ് എന്നാ എൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ലിമിറ്റ് എഫ് എക്സും ലിമിറ്റ് എച്ച് എക്സും എല്ലാണെങ്കിൽ ലിമിറ്റ് എഫ് എക്സിനും എല്ലാണ്, ലിമിറ്റ് എച്ച് എക്സൻ എല്ലാണ്. ആൻഡ് ലിമിറ്റ് എഫ് എക്സൻ ഈക്വൽ ടു ലിമിറ്റ് എഫ് എക്സൻ ഈക്വൽ ടു ലിമിറ്റ് എച്ച് എക്സൻ ഈക്വൽ ടു എൽ. ലിമിറ്റ് എഫ് എക്സൻ ഈക്വൽ ടു ലിമിറ്റ് എച്ച് എക്സൻ ഈക്വൽ ടു എൽ. Therefore, by squeeze theorem, for the sequences f of xn, g of xn, h of xn, squeeze theorem ആ സീക്വൻസസിന് അപ്ലൈ ചെയ്താൽ gxn tends to L അല്ലെങ്കിൽ ലിമിറ്റ് gxn ഈക്വൽ ടു ടെൻസ് ടു എന്ന് പറയുന്നത് ലിമിറ്റ് gxn ഈക്വൽ ടു L എന്ന് പറയുന്നത്. അങ്ങനെ ലിമിറ്റ് gxn എല്ലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് പ്രൂഫ്. നോട്ടിൽ അത്ര കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന രണ്ടിന്റെയും പ്രൂഫിന് വേണ്ടി രണ്ടും കൂടെ നോക്കി നോട്ട് കറക്റ്റ് ആയിട്ട് എഴുതുക. പ്രൂഫ് എല്ലാം സീക്വൻസിൽ നിന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ എഴുതിയപ്പോൾ നോട്ട്സിൽ സീക്വൻസിലെ കാര്യം എഴുതിയിട്ടില്ല. ഞാനിപ്പോൾ നോട്ടിൽ അത് എഴുതി ചേർത്തതാണെന്നാണ് നിങ്ങൾക്ക് നോട്ട് അയക്കാൻ പോകുന്നത്. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിലെ ബോർഡും കൂടെ നോക്കി നോട്ട്സ് കൃത്യമായിട്ട് ഫിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ സ്ക്വീസ് തിയറം അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഫസ്റ്റ് നമ്മൾ സ്ക്വീസ് തിയറം അപ്ലൈ ചെയ്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സിനെ പറ്റിയുള്ള ഒരു റിസൾട്ടാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ്. എക്സ് 0യിലേക്ക് വരുമ്പോൾ സൈൻ എക്സിന്റെ വാല്യൂ 0 ആണ്. അത് സ്ക്വീസ് തിയറം ഉപയോഗിച്ച് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകും. ട്രിഗ്നോമെട്രിയിൽ സൈൻ എക്സിനെ പറ്റി സൈൻ തീറ്റ മൈനസ് തീറ്റയ്ക്കും പ്ലസ് തീറ്റയ്ക്കും ഇടയ്ക്ക് ഇറക്കും എന്ന് നിങ്ങൾക്കറിയാം. മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിലും 0യിൽ നമുക്ക് അറ്റത്ത് കിടക്കുന്ന ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് അറിയാം. അതിലെ സ്ക്വീസ് തിയറം പറയും. അപ്പോൾ മൈനസ് എക്സിന്റെ എക്സിന്റെ ലിമിറ്റ് അറിയാമോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സിന്റെ എക്സിന്റെ മൈനസ് എക്സ് മൈനസ് ഓർ പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലിമിറ്റ് അറിയാം, ഇതിന്റെ ലിമിറ്റ് അറിയാം. അത് രണ്ട് 0 ആണ്. ദെൻ ബൈ സ്ക്വീസ് തിയറം. സ്ക്വീസ് തിയറം വേണമെങ്കിൽ ഒന്ന് സ്റ്റേറ്റ് ചെയ്തേക്കണം. ബൈ സ്ക്വീസ് തിയറം ബൈ സ്ക്വീസ് തിയറം. Therefore, by squeeze theorem നടുക്കത്തെ ഫംഗ്ഷന്റെ ലിമിറ്റും അറ്റത്തെ രണ്ട് ഫംഗ്ഷന്റെ ലിമിറ്റ് സെയിം ആയതുകൊണ്ട് അത് തന്നെയായിരിക്കും. അറ്റത്തെ രണ്ട് ഫംഗ്ഷന്റെ ലിമിറ്റ് 0 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സും അങ്ങനെ 0 ആണ് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്തരം പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട്. വേറെ എണ്ണം എക്സ് റൈസ് ടു 3/2ന്റെ ലിമിറ്റ് 0യിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൂവ് ദാറ്റ് ലിമിറ്റ് എക്സ് റൈസ് ടു എക്സ് ടെൻസ് ടു 0 ഓഫ് എക്സ് റൈസ് ടു 3/2 ഈക്വൽ ടു 0. പെട്ടെന്ന് നമ്മൾ 0 എന്നൊക്കെ പറയും. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ അതിലൊരു പ്രൂഫ് കൊടുക്കണം. അത് നമ്മൾ സ്ക്വീസ് തിയറം ഉപയോഗിച്ചാണ് പ്രൂവ് ചെയ്യുക. അപ്പോൾ എക്സ് റൂട്ട് എക്സ് 1 ഇത് തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് നമ്മൾ 0യിൽ ലിമിറ്റ് നോക്കുമ്പോൾ 0യ്ക്ക് അടുത്താണ് നോക്കാം. അപ്പോൾ എക്സ് റൂട്ട് എക്സ് 1 ഇത് തമ്മിലുള്ള റിലേഷൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്. റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് 1ൽ താഴെയാണെങ്കിൽ എക്സ് ലെസ് ദാൻ റൂട്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 1 ആണ്, എല്ലാം സെയിം ആവും. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് എഴുതാം. 0യ്ക്ക് 1 ഇടയ്ക്കാണേ. അപ്പോൾ എക്സിനേക്കാൾ വലുതാണ് റൂട്ട് എക്സ്. 1ൽ താഴെയുള്ള വാല്യൂ ആണ്, അതുകൊണ്ടാണ് നമ്മളത് ശ്രദ്ധിച്ചോണം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് എപ്പോഴും ശരിയല്ല. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് അല്ലല്ലോ, തിരിച്ചല്ലേ. റൂട്ട് എക്സ് അല്ലേ ചെറുത്. ഇത് 1ൽ താഴെയുള്ള വാല്യൂസ് നമ്മൾ 0യിലെ ലിമിറ്റാണ് പറയുന്നത്. അതുകൊണ്ട് 1ൽ താഴെയുള്ള നെയ്ബർഹുഡ് 0യുടെ നെയ്ബർഹുഡിൽ നമ്മൾ 0യുടെ ലെഫ്റ്റ് പരിഗണിക്കുന്നില്ല, റൈറ്റ് മാത്രമേ പരിഗണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ഇനി അവിടെ എല്ലാ ടേംസിനും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് റൈസ് ടു 3/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് കിട്ടും. ഇനി ലെഫ്റ്റിലെ റൈറ്റിലെയും ഫംഗ്ഷൻസ് നല്ല പരിചയമുള്ളതാണ്. എക്സിന്റെ ലിമിറ്റും 0യിൽ 0 ആണ്. എക്സ് സ്ക്വയറിന്റെ ലിമിറ്റ് എക്സിന്റെ ലിമിറ്റ് ഇൻറ്റു എക്സിന്റെ ലിമിറ്റ് അപ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ നടുക്കത്തെ ഫംഗ്ഷന്റെ ലിമിറ്റും അറ്റത്തെ ഫംഗ്ഷന്റെ ലിമിറ്റായ
0 ആവുന്നു. ഇതാണ് റിസൾട്ട്.